LDF സർക്കാർ കൊണ്ടുവന്ന വിവാദ അർദ്ധാതിവേഗ റെയിൽവേ പദ്ധതിയായ സിൽവർ ലൈൻ പൂർണ്ണമായി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. UDF സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള സുപ്രധാന നയപ്രഖ്യാപന തീരുമാനങ്ങൾ വിശദീകരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത്. പദ്ധതിക്കായി സംസ്ഥാനത്ത് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറപ്പെടുവിപ്പിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദാക്കുമെന്നും ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടുള്ള പ്രായോഗികമല്ലാത്ത ഒരു പദ്ധതിയുമായി മുന്നോട്ടു പോകില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. UDF സബ് കമ്മിറ്റി പഠിച്ചു സമർപ്പിച്ച വിശദമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം. പദ്ധതിയുടെ അതിർത്തി നിർണയത്തിനായി സാധാരണക്കാരുടെ പുരയിടങ്ങളിലും കൃഷിയിടങ്ങളിലും സ്ഥാപിച്ചിരുന്ന വിവാദമായ മഞ്ഞക്കുട്ടികൾ അടിയന്തരമായി നീക്കം ചെയ്യാൻ റവന്യൂ വകുപ്പിന് മന്ത്രിസഭ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വർഷങ്ങളായി തങ്ങളുടെ ഭൂമി വിൽക്കാനോ പണയപ്പെടുത്താനോ സാധിക്കാതെ വലിയ പ്രതിസന്ധിയിലായിരുന്ന 10,000-കണക്കിന് കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ് സർക്കാരിന്റെ ഈ പുതിയ തീരുമാനം. കൂടാതെ KRL വിരുദ്ധ ജനകീയ സമരങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ ജനങ്ങൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്രിമിനൽ കേസുകൾ അവയുടെ സ്വഭാവം അനുസരിച്ച് പിൻവലിക്കാനുള്ള നിയമപരമായ ശുപാർശ കോടതിക്ക് മുൻപാകെ സമർപ്പിക്കാനും മന്ത്രിസഭ അനുമതി നൽകി. കേന്ദ്ര അനുമതി ലഭിച്ചാൽ പദ്ധതി നടപ്പാക്കാമെന്ന മുൻ സർക്കാരിന്റെ നിലപാടാണ് ഇതോടെ തിരുത്തപ്പെടുന്നത്. സിൽവർ ലൈനിന് പകരം സ്പീഡ് കോറിഡോർ, അതിവേഗ ഇടനാഴി എന്നിവ സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സർക്കാരിന്റെ വിഷൻ 2031 പദ്ധതിയുടെ ഭാഗമായി 100 ദിവസത്തെ കർമ്മ പദ്ധതിക്ക് കീഴിൽ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കും. മന്ത്രിസഭയിലെ വകുപ്പ് വിഭജന ചർച്ചകൾ കഴിഞ്ഞ ദിവസം രാത്രിയോടെ പൂർത്തിയായതായും ഗവർണർ സ്ഥലത്തില്ലാത്തതിനാലാണ് ഔദ്യോഗിക വിജ്ഞാപനം വൈകുന്നതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ലത്തീൻ ബിഷപ്പ് ഹൌസ് സന്ദർശിച്ചതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പദവിയിലിരിക്കുമ്പോൾ എല്ലാവരുമായും നല്ല ബന്ധം പുലർത്തണമെന്നും ആര് വർഗീയത പറഞ്ഞാലും അതിശക്തമായി എതിർക്കുന്ന വ്യക്തമായ സെക്യുലർ നിലപാടാണ് തനിക്കുള്ളതെന്നും അദ്ദേഹം മറുപടി നൽകി. സൈബർ ഇടങ്ങളിൽ വനിതാ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ അധിക്ഷേപിക്കപ്പെടുന്നതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും സതീശൻ അറിയിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം പൂർണ്ണമായി ആലപിച്ചത് രാജ്ഭവന്റെ സംഘാടക മികവിലാണെന്നും ലോക് ഭവൻ നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്തതെന്നും വേദിയിൽ വെച്ചാണ് താൻ ഇതേക്കുറിച്ച് അറിഞ്ഞതെന്നും അദ്ദേഹം വിശദീകരിച്ചു. കൂടാതെ പത്മ പുരസ്കാരങ്ങൾക്കുള്ള ശുപാർശ സമർപ്പിക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഉദ്യോഗാർത്ഥികൾക്ക് വലിയ ആശ്വാസം നൽകിക്കൊണ്ട് PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. 2026 ഓഗസ്റ്റ് 31 കാലാവധി അവസാനിക്കുന്ന എല്ലാ PSC റാങ്ക് ലിസ്റ്റുകളുടെയും കാലാവധി 2026 നവംബർ 30 വരെ 3 മാസത്തേക്ക് കൂടിയാണ് ദീർഘിപ്പിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനവും പ്രചാരണ പരിപാടികളും കാരണം കഴിഞ്ഞ മാസങ്ങളിൽ PSCക്ക് കൃത്യമായി നിയമന ഉത്തരവുകൾ നൽകാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഉദ്യോഗാർത്ഥികളുടെ താൽപര്യം മുൻനിർത്തി ഈ അടിയന്തര തീരുമാനം. UDF പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നതിനായി വിവിധ വകുപ്പുകൾക്ക് ഇതിനോടകം തന്നെ ചുമതലകൾ വിഭജിച്ച് നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു.